നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഇവള് നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത്. അതിന്റെ ദേഷ്യവും വിരോധവും ഒക്കെ ഞാൻ ഇവളോട് കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവളുടെ വയറ്റിൽ നിന്റെ ഒരു കുട്ടി വളരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ പ്രീതിയേക്കാൾ അധികം ഞാൻ ഇവളെ സ്നേഹിച്ചു. കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ ഞാൻ പരിചരിച്ചത്. സമയത്ത് ആഹാരം കഴിക്കാനും ഉറങ്ങാനും പിന്നാലെ നടന്ന് നിർബന്ധിച്ചതാ ഞാൻ. തലയിലും താഴത്തും വെക്കാതെയാ ഞാൻ ഇവളെ കൊണ്ടു നടന്നത്. കുറ്റബോധം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു നിമിഷം ഇവൾക്ക് എന്നോട് തുറന്നു പറയാമായിരുന്നു. ഒരു പെണ്ണല്ലേടെ ഇവള്. അതിനു പകരം ഇവളെന്നെ കോമാളി വേഷം കെട്ടിച്ച് ഈ നാട്ടുകാർക്ക് മുന്നിൽ ഒരുക്കി നിർത്തി. മറ്റൊരു പെണ്ണിനെ ഞാൻ പറയുന്നത് മനസ്സിലാവും വിഷ്ണു. അപ്പൊ അമ്മയുടെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ലേ? എടേ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എങ്കിൽ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ലമ്മേ. ശാലിനിക്കൊപ്പം ഞാനും ഇറങ്ങും. വിഷ്ണു, ഞാനാ പറഞ്ഞു നിന്നോട് പോകരുതെന്ന്. വാ ശാലിനി. വിഷ്ണുട്ടാ, എന്റെ ഭാര്യയ്ക്ക് ജീവിക്കാൻ കഴിയാത്തടത്ത് എനിക്കും ജീവിക്കാൻ കഴിയില്ല ശാലിനി. വാ, വരാൻ പോവാ. വിഷ്ണു, അയ്യോ വിഷ്ണുട്ടാ, അയ്യോ എന്താ രാഘവേട്ട, ഭാമയ്ക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ളതല്ലേ? നിങ്ങൾ ആ സോബിട്രേറ്റ് വേഗം എടുത്തോണ്ട് വാ. സത്യമേ, ഭാമേ പെട്ടെന്നാവട്ടെ. ഭാമി സമാധാനായിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.